ഈ പറയുന്ന ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, കർഷകർ നിയമപ്രകാരം വാങ്ങി കൃഷി ചെയ്ത പതിറ്റാണ്ടുകളായി താമസിക്കുന്ന മേഖലയിൽ ഇത് ടോട്ടൽ ഈ ഡിസാസ്റ്റർ ഉണ്ടായിരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ്. അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ദുരന്തം ആ ഭാഗമാണ്. അത് അവിടെ നമ്മൾ ഈ എർത്തിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുള്ള മഴ പെയ്തു 200 അല്ലെങ്കിൽ ഇപ്പോൾ 500 അപ്പോൾ അത്രയും മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ എല്ലാം ഈ കർഷകർ അതിൻ്റെ ബലിയാടാവുകയാണ്. അതിന് ഒരു പ്രചരണം കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് കയ്യേറ്റമാണ് എന്നുള്ളൊരിത് പ്രചരണം വ്യാപകമായി ചില മേഖല ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റ് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വിഷയം മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. മന്ത്രിയാണ് അങ്ങനെ അഭിപ്രായം പറഞ്ഞത്. മന്ത്രാലയവുമായി ചർച്ച നടത്തിയപ്പോൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ല, ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനകത്ത് അതുകൊണ്ടാണല്ലോ ആദ്യത്തെ വ്യക്തമായ സെൻറ്റൻസ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. കൃത്യമായി നിയമപ്രകാരം ഒന്നെങ്കിൽ പട്ടയം കിട്ടിയതായിരിക്കാം, പണം കൊടുത്തു വാങ്ങി കൃഷി ചെയ്ത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. പക്ഷേ അതും മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 10-15 കിലോമീറ്റർ അകലെ ചിലപ്പോൾ ഈ പറഞ്ഞ ഈ സ്ഥലത്തിൽ നിന്ന് അത് ഒന്ന് വെരിഫൈ ചെയ്തോളൂ. അത് റിപ്പോർട്ട് വന്നിരിക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറം എന്തോ അവിടുത്തെ കോറിയുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ മെയിനായിട്ട് ഇവിടെ വരുന്നു. ഇപ്പോൾ വിലങ്ങാട് വന്നു, അവിടെ ഞാൻ പോയി കണ്ടു. അവിടെ മരണം ആകപ്പാടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് ഭാഗ്യമായിട്ടാണ്. കാരണം ഈ ഇൻഡിക്കേഷൻ അവിടെ പോയപ്പോൾ വേറെ ഒരു ചെറിയ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് തന്നെ വീടുകളുണ്ട്, അടുത്ത് തന്നെ ചെറുതായിട്ട് ഉരുള് പൊട്ടി. രാത്രി 1:30 മണിക്ക് ഈ പൊട്ടലുണ്ടായി. അതിനുശേഷം വലിയ ഒരു മണം വന്നു. ആൾക്കാരൊക്കെ മെസ്സേജ് കൊടുത്തു, അവിടെയുള്ള യൂത്ത് എല്ലാവരും മാറി. അതുകൊണ്ട് ദുരന്തം ഒഴിവായി. പക്ഷേ മുഴുവൻ ഇടങ്ങളിലും എത്രയോ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവിടെ മുഴുവൻ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഭാഗ്യത്തിന് എല്ലാവരും രക്ഷപ്പെട്ടു, ഒരാളൊഴികെ, മത്തായി സാർ ഒഴികെ. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായത് ആ കൃഷി ചെയ്തു, ആ കൃഷിയൊക്കെ ഉണ്ടായതും അവിടെ ഉരുള് പൊട്ടിയതും അങ്ങ് മലമണ്ടയിലാണ്. ഞാൻ നേരിട്ട് കണ്ട് ഈ പ്രപ്പോസൽ കൊടുത്തു. അല്ല, അത് പുള്ളി പരിശോധിക്കാം എന്ന് പറഞ്ഞു. പരിശോധിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി. അതിനകത്ത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഓരോ ജില്ലയിലുമുള്ള ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഓരോ ജില്ലയിലുള്ള അതിൻ്റെ കണക്കുകൾ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിവിഷൻ, ഡിസ്ട്രിക്ട്, ഏരിയയായ അതായത് തിരുവനന്തപുരം, ഓരോ ഡിസ്ട്രിക്ട്. അതിനകത്ത് വയനാട്ടിലുള്ളതാണ് ഞാൻ ഈ 200 സൗത്ത് നോർത്ത് ഇതെല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്ലാന്റേഷൻ സ്ക്വയർ കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് EFL ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത സ്ഥലത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ നയപരമായ തീരുമാനമാണോ ഇത്? കാരണം സർക്കാരാണ് തീരുമാനിക്കുന്നത്, സർക്കാരിന്റെ തോട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാനം തീരുമാനിക്കാതെ ഇത്തരമൊരു തോട്ടം താങ്കൾ ഉന്നയിച്ച മാതിരി പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് എന്ത് തീരുമാനം സർക്കാർ തീരുമാനിച്ചാലും കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഒരു സാങ്ഷൻ ഇല്ലാതെ സർക്കാർ തീരുമാനമോടൊന്നും നടക്കില്ല. കേന്ദ്രത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ സാങ്ഷനാണ്, അതിൻ്റെ ഒരു സജഷനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അവിടെയുള്ള കർഷകരും അവിടെയുള്ള സാധാരണക്കാരും തൊഴിലാളികളും അവർക്ക് മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലം അങ്ങോട്ട് കൊടുത്തു, 5 സെൻറ്റ് 10 സെൻറ്റ്, അവർ ജീവിതമാർഗം എന്ത് ചെയ്യും? അവരെങ്ങോട്ട് പോകും? എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്താലും കേന്ദ്രത്തിൻ്റെ സഹായം വേണം. കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രപ്പോസലാണ്. ആ പ്രപ്പോസൽ ആദ്യമേ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. കേരള സർക്കാർ യോജിക്കും, അതിനാണ് സംശയിക്കുന്നത്. കേന്ദ്ര സ്ഥലം തന്നു കഴിഞ്ഞാൽ അല്ല, ടൗൺഷിപ്പ് നിർമ്മിച്ചോട്ടെ, അത് സ്ഥലമുണ്ടെങ്കിൽ നിർമ്മിച്ചോട്ടെ. പക്ഷേ അവർക്കൊരു വരുമാന മാർഗമായിട്ട് കൃഷി ചെയ്യുവാനായിട്ട് സ്ഥലം വേണ്ടേ? അല്ല, ടൗൺഷിപ്പ് മാത്രം പോരാ, അവരുടെ ജീവിതമാർഗ്ഗം കൂടെ വേണം.